നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. എക്സൈസ് വിമുക്തി മിഷനും ഹൊറൈസൺ മോട്ടോഴ്സും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. മുൻ സൈനിക മേധാവിയും കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ പ്രവർത്തിക്കുന്ന SIB ATM കൗണ്ടർ മുള്ളരിങ്ങാടിന് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുതെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി. മുട്ടം ഊരുകുന്ന് സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് 7-ാം തീയതി മ്രാല വികാരി റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. എക്സൈസ് വിമുക്തി മിഷനും ഹൊറൈസൺ മോട്ടോഴ്സും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. തൊടുപുഴയിൽ നടന്ന സമാപന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിമുക്തി അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ ലഹരി വിമുക്ത ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. എക്സൈസ് വിമുക്തി മിഷനും ഹൊറൈസൺ മോട്ടോഴ്സും സംയുക്തമായിട്ടാണ് ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്ന സമാപന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെ കാർന്നു വരുന്ന ഒരു വിപത്തായി ലഹരി മാറിയിരിക്കുന്നു. അത് പല രൂപത്തിൽ കഞ്ചാവ്, മദ്യം, ഇതിനെതിരെ യുവജനങ്ങളാണ് രംഗത്ത് വരേണ്ടത്. കാരണം ഇതവരെ ഏറ്റവും ബുദ്ധിമുട്ടായി ബാധിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുവാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ മേഖലയിൽ പ്രതിജ്ഞാബദ്ധമായി രംഗത്ത് വന്നിരിക്കുന്ന NSSന്റെയും NCCയുടെയും ഘടകങ്ങളുടെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിവിധ സ്കൂളുകൾക്കുള്ള അവാർഡ് ദാനം ഹൊറൈസൺ മോട്ടോഴ്സ് ചെയർമാൻ ഷാജി J കണ്ണിക്കാട്ട് നിർവഹിച്ചു. വിമുക്തി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. RTO KK രാജീവൻ, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് എന്നിവർ സന്ദേശം നൽകി. കാരിത്താസ് ആശുപത്രി ഡോക്ടർ ഷാരോൺ എലിസബത്ത് വിവിധ സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജോഷി കന്യാകുഴി ചുമതലയേറ്റു. ചുമതലയേറ്റ നിയുക്ത പ്രസിഡന്റിന് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജോഷി കന്യാകുഴി ചുമതലയേറ്റു. KSU യൂണിറ്റ് പ്രസിഡന്റായി പൊതുജീവിതം ആരംഭിച്ച ജോഷി കന്യാകുഴി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ്, DKTF ജില്ലാ സെക്രട്ടറി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, ജനശ്രീ മണ്ഡലം ചെയർമാൻ, INTUC ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് CP മാത്യുവിൽ നിന്നും ജോഷി കന്യാകുഴി ചുമതലയേറ്റു. പുതുതായി ചുമതലയേറ്റ മണ്ഡലം കമ്മിറ്റിക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു ആശംസകൾ നേർന്നു. വർഷക്കാലം പശ്ചിമ ബംഗാൾ ഭരിച്ച് മുടിച്ച് നന്ദിഗ്രാമിലും സിംഗൂരിലുമുള്ള ലോക്കൽ സെക്രട്ടറിമാർ മുതൽ മോളിലോട്ടുള്ള എല്ലാ പ്രമാണിമാരും മാർക്സിസ്റ്റ് മാടമ്പിമാരും പണമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ, സാമ്പത്തിക രംഗം കുത്തഴിഞ്ഞപ്പോൾ
അവരുടെ കൊടിക്കൂറകൾ മുഴുവൻ പിഴുതെറിഞ്ഞ് അവരുടെ ഓഫീസുകളെല്ലാം തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകളാക്കി മാറ്റിയ 2 ബാർ ചെരുപ്പുള്ള 62 രൂപ മുടക്കുള്ള കോട്ടൺ ശാരീരമായി പോകുന്ന സിംപ്ലിസിറ്റിയുടെ പ്രതീകമായ മമതാ ബാനർജി ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിതോട്ടങ്ങളിൽ വലിച്ചെറിഞ്ഞ ജനഹൃദയങ്ങളിൽ വോട്ടുകൾ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയായി ഇവിടെ തുടരുകയാണ്. ധർമ്മ ചക്രവർത്തിയെ പോലുള്ള രാജാപാർട്ടികൾ ഭരിച്ച ത്രിപുരയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ അവസാനത്തെ ഒടുക്കത്തെ മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ന് ചരിത്രകാരനെ കൊണ്ട് എഴുതിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇന്ന് സഖാവ് പിണറായി വിജയൻ. മകളെ നിനക്ക് വേണ്ടി, വീണെ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ഭരണം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഗോവിന്ദ വരച്ചുകൊണ്ട് സലാം പാടുന്ന, പിണറായിക്ക് സിന്ദാബാദ് വിളിക്കുന്ന, ഗതികേടിൽ പറ്റിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയിലെ സഖാക്കൾ പോലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ ഏൽപ്പിക്കാനുള്ള കടമയിൽ പങ്കാളികളാകും എന്ന് നമുക്കറിയാം. നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം തിരികെ പിടിക്കുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബൂത്ത് തലം മുതൽ പാർട്ടിയെ സജീവമാക്കുമെന്ന് നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി പറഞ്ഞു. പഞ്ചായത്ത് ഭരണം എന്താണേലും കുറെ കാലങ്ങളായിട്ട് LDF ആണ് ഭരിക്കുന്നത്. എന്താണേലും ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിന്നുകൊണ്ട്, ഇവിടുത്തെ എൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ലക്ഷ്യം, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ലക്ഷ്യം. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, KPCC വൈസ് പ്രസിഡന്റ് AK മണി, KPCC അംഗം R ബാലൻപിള്ള, KPCC സെക്രട്ടറിമാരായ MN ഗോപി, AP ഉസ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുക്കാരൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തുണ്ടത്തിൽ, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി, KS അരുൺ, ടോണി തോമസ്, ബെന്നി പാലക്കാട്ട്, മുനിയാണ്ടി, രാജു ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ജീവദാൻ സെന്റർ ഫോർ വുമൺ, നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നിവ സംയുക്തമായി തൊടുപുഴ വിജ്ഞാനമാത പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മുൻ സൈനിക മേധാവിയും കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉഷ കമ്പനിയുടെ വിവിധയിനം തയ്യൽ മെഷീനുകൾ 50% നിരക്കിലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ കോതമംഗലം വിമല പ്രൊവിൻസിന്റെ കീഴിൽ 42 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ജീവദാൻ സെന്റർ ഫോർ വുമണിന്റെയും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീനുകളുടെ വിതരണം നടത്തി. തൊടുപുഴ വിജ്ഞാനമാത പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ സൈനിക മേധാവിയും കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇത് വളർന്ന ഒരു വലിയ പ്രധാനമായി മാറട്ടെ. അതുകൂടാതെ ഇതൊരു യൂണിറ്റ് വലിയ യൂണിറ്റായി മാറും. അതിനായിട്ട് നിങ്ങൾക്ക് ലോൺ വേണ്ടി അപേക്ഷിക്കാം. ലോൺ കൊടുക്കുന്നുണ്ട്, മുദ്രാലോൺ കൊടുക്കുന്നുണ്ട് ഓരോ യൂണിറ്റിനും. അത് നിങ്ങൾ അച്ഛന്മാരെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ യൂണിറ്റിനാണ് കൊടുക്കുന്നത്, സിമ്പിളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് യൂണിറ്റായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ വെറുതെ ഓരോരുത്തരായിട്ട് ഓരോ പ്രൊഫഷനായിട്ട് കൊടുക്കില്ല. ഒരു കടയായിട്ടോ അല്ലെങ്കിൽ ഒരു യൂണിറ്റായിട്ടോ നമ്മൾ അതിന് മുദ്രാലോണുണ്ട്, അതിന് യാതൊരു ഈടുമില്ല. അങ്ങനെ നിങ്ങളെല്ലാവരും വലിയ വലിയ നിലവിലെത്തട്ടെ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഉയർന്നുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പള്ളി വികാരി ഫാദർ തോമസ് വിലുങ്ങുപാറയിൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ അമല FCC പദ്ധതി വിശദീകരണം നടത്തി. ഉഷ കമ്പനിയുടെ വിവിധ ഇനം തയ്യൽ മെഷീനുകൾ 50% നിരക്കിലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. ചടങ്ങിൽ സിസ്റ്റർ മെർലിൻ FCC, സിസ്റ്റർ സെലിൻ മാത്യു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. ഡെനി ഗിരീഷ്, സിമി സണ്ണി, ഷീജ ബിബിൻ, ഷൈനി മാനുവൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ പ്രവർത്തിക്കുന്ന SIB ATM കൗണ്ടർ മുള്ളരിങ്ങാടിന് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വ്യാപാരികളും പൊതുജനങ്ങളും കൂടുതലായും ഉപയോഗിക്കുന്ന ഈ കൗണ്ടർ മാറ്റാനുള്ള നീക്കം ബാങ്ക് ഉപേക്ഷിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി പറഞ്ഞു. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATM കൗണ്ടർ മുള്ളരിങ്ങാടിന് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വണ്ണപ്പുറം, ഒടിയപ്പാറ, കലയന്താനി, ഒറഗണ്ണി പ്രദേശത്തെ വ്യാപാരികളും ആയിരക്കണക്കിന് കുടുംബങ്ങളും കൂടുതലായും ഉപയോഗിക്കുന്ന ഈ കൗണ്ടർ മാറ്റാനുള്ള നീക്കത്തിനെതിരെ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ലോക്ക്ഡൗണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എന്നാ അടച്ചുകൂടണമെന്ന് പറയാം,
അങ്ങനെയാണെങ്കിലും 10 രൂപയ്ക്ക് ആവശ്യം ഞങ്ങളെല്ലാവരും ഇതിനല്ല ഇവിടെ കൊണ്ടുവന്ന് പൈസ എടുക്കുന്നത്. ഇത് മാറ്റുന്നവർ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇവിടെയുള്ള ഈ കടകളിലെ ആളുകൾക്കും താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. ടൗണിൽ പോയി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അവിടെ പോലീസുകാർ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വിഷയമുണ്ടാക്കും. ATM കൗണ്ടറിൽ എടുക്കാൻ എല്ലാം ഇവിടെ വന്നേ. ബാങ്കിന്റെ പ്രധാന ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്ന ഹൈറേഞ്ച് ജംഗ്ഷനിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗതക്കുരുക്കം മൂലം ATM കൗണ്ടർ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നിരവധി ഉപഭോക്താക്കളുള്ള വണ്ണപ്പുറം അമ്പൽപ്പടി ATM ശാഖ മാറ്റാനുള്ള നീക്കത്തിൽ നിന്നും ബാങ്ക് പിന്മാറണമെന്നും കൂട്ടമായി അക്കൗണ്ട് പിൻവലിക്കലടക്കം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി പറഞ്ഞു. ഈ ATM മാറ്റി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഉപഭോക്താക്കൾ അതൊരു സ്ഥലത്തേക്ക് വേണ്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കസ്റ്റമേഴ്സിനോടുള്ള ഈ ബാങ്കിന്റെ നിഷേധാത്മകമായ തീരുമാനമാണ് എന്നാണ് മർച്ചന്റ് അസോസിയേഷന് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ ഇനിയും ഇത് മാറ്റുകയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായും ആ പ്രദേശത്തെ വാർഡ് മെമ്പർമാരുമായും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും എല്ലാവരുമായി ചേർന്ന് വലിയ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള 38ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ ജാഥ തിങ്കളാഴ്ച തൊടുപുഴയിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുനിര വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കുക, ചെറുകിട വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കുക, തിരക്കേറിയ ടൗണുകളിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി സർക്കാർ സ്ഥലം അനുവദിച്ചുകൊണ്ട് വർക്ക്ഷോപ്പ് ഗ്രാമങ്ങൾ അനുവദിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്സ് കേരള വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ഇടുക്കി പര്യടനത്തിന്റെ ഭാഗമായി 9-ന് ജാഥ കുമളിയിൽ നിന്നും ആരംഭിക്കും. കുമളി CA ജോബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് KG വർഗീസ് അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് AJ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ കട്ടപ്പന, കമ്മിറ്റി അംഗങ്ങളായ സജീവ മാധവൻ, KN പ്രഭാകരൻ, പ്രവീൺ ബാലൻ, ശ്രീകുമാർ, വിനു വി ജോർജ്, അണക്കര, വണ്ടിപ്പെരിയർ, കുമളി യൂണിറ്റ് PC-മാർ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റന്മാരെ ഹാരമണിയിച്ച് ആദരിക്കും. ഇടുക്കി ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം സ്വാഗതവും ജില്ലാ ട്രഷറർ സുമേഷ് S പിള്ള നന്ദിയും പറയും. 14-ാം തീയതി 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് നസീർ കള്ളിക്കാട്ട് പതാക ഉയർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകളെ ഉൾപ്പെടുത്തി വടംവലി മത്സരം നടക്കും. വൈകിട്ട് അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബ സദസ്സുകളും കലാപരിപാടികളും നടക്കും. 15-ാം തീയതി വിവിധങ്ങളായ ബ്രാൻഡ് കമ്പനികളുടെ ടൂൾസ് മേളകളും വിൻറ്റേജ് വാഹനങ്ങളുടെ പ്രദർശനവും പുതിയ വാഹനങ്ങളുടെ പ്രദർശനവും നവീകരിച്ച ഡിജിറ്റൽ വർക്ക്ഷോപ്പുകളുടെ പ്രദർശനവും വിവിധ ഇനം സെമിനാറുകൾ വിദഗ്ധരായ കമ്പനി ട്രെയിനർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ വാഹനങ്ങളുടെ ബോധവൽക്കരണം നടക്കും. 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1 ലക്ഷം പേരുടെ പടുകൂറ്റം പ്രകടനവും 17-ാം തീയതി സംസ്ഥാന പ്രതിനിധി സമ്മേളനം 2023-2026 വർഷത്തേക്കുള്ള സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. 1/12/2023 പാറശാലയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ 9/12/2023 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ പര്യടനം ആരംഭിക്കുന്നതാണ്. കുമളിയിൽ യൂണിറ്റ് പ്രസിഡന്റ് KG വർഗീസ് അധ്യക്ഷതയിൽ വഹിക്കുന്ന യോഗം ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ നിസാർ M കാസി സ്വാഗതം ആശംസിക്കും. കുമളി CI ജോബിൻ ആന്റണി ഈ ഇടുക്കി ജില്ലയിലെ വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 14-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടനയുടെ 38ാം സംസ്ഥാന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് നസീർ കള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വടംവലി മത്സരം, അതിനുശേഷം കുടുംബ സദസ്സും കലാപരിപാടികളും. 14, 15, 16, 17 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം, ജില്ലാ ട്രഷറർ സുമേഷ് S പിള്ള, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുതെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാതെ 80,000 പേരാണ് മരണമടഞ്ഞതെന്നും പറഞ്ഞു. KSSPA തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PK ഷാജി ഉദ്ഘാടനം ചെയ്തു. KSSPA തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം നടത്തി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇത് കൊള്ള ചെയ്യുന്ന ഒരു സർക്കാർ, സ്വന്തം മകൾക്കും മകനും കുടുംബത്തിനും വേണ്ടി മാത്രം കൊള്ള ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും അതിന് കൂട്ടു നിൽക്കുന്ന കുറച്ച് മന്ത്രിമാരും. 14,000-ഓളം അപേക്ഷ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് മുമ്പ് കിട്ടിയത് 128 കാര്യങ്ങൾ തീർപ്പാക്കി എന്ന് പറയുമ്പോൾ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ കള്ളന്മാരെ മുഴുവൻ ഒരു വാഹനത്തിൽ കയറ്റി ഒന്നും മിണ്ടാതെ ഒരു വേദിയിൽ കൊണ്ടിരുത്തി മുഖ്യമന്ത്രി മാത്രം എന്തെങ്കിലും പറഞ്ഞു പോകുന്ന സാഹചര്യം. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാതെ 80,000 പേരാണ് മരണമടഞ്ഞത്. പിണറായി ഭരണത്തിൽ പൗരപ്രമുഖർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. സാധാരണക്കാരെ കൊള്ളയടിച്ച് ആർഭാടവും ധൂർത്തും നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും KV മുരളി കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PK ഷാജി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KD പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. KA മാത്യു, TJ പീറ്റർ, ഐവാൻ സെബാസ്റ്റ്യൻ, KS ഹസൻകുട്ടി, ജോജോ ജെയിംസ്, PS ഹുസൈൻ, ഗർവാസിസ് K സഖറിയാസ്, മാത്യൂസ് തോമസ്, സ്റ്റീഫൻ ജോർജ്, ജോസ് ആറ്റുപുറം, അനസ് പള്ളിവേട്ട, ഷെല്ലി ജോൺ, VM ജോസ്, VS മുഹമ്മദ്, ഡാലി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളായി റോയി ജോർജ് പ്രസിഡന്റ്, ഷെല്ലി ജോൺ സെക്രട്ടറി, SG സുദർശനൻ ട്രഷറർ, വൈസ് പ്രസിഡന്റുമാരായി MN സുദർശനൻ, ലതിക KS, അബു അബ്രഹാം എന്നിവരും ജോയിന്റ് സെക്രട്ടറിമാരായി NM യൂനിസ്, മാത്യു വർഗീസ്, KM അലക്സാണ്ടർ തുടങ്ങിയവരും വനിതാ ഫോറം പ്രസിഡന്റായി ഡാലി തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലയന്താനി സെന്റ് മേരീസ് ദേവാലയത്തിന്റെ പരിശുദ്ധ അമലോത്ഭവ അമ്മയുടെ തിരുനാൾ 5ാം ദിവസത്തിലേക്ക് കടന്നു. പരിശുദ്ധ അമ്മയുടെ അളവറ്റ അനുഗ്രഹങ്ങളാൽ അത്ഭുത ഫലങ്ങൾ നേടിയവർ മരണത്തെ മുഖാമുഖം കണ്ടു. അമ്മയിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ തുടങ്ങി നിരവധി അനുഭവം സാക്ഷ്യങ്ങളുടെ നേർക്കാഴ്ച ഓരോ ചുവടിലും കാണാൻ കഴിയും. കലയന്താനി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ അമ്മയുടെ തിരുനാൾ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തോടൊപ്പം ഒരു പിടി നവ്യ അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കാനുണ്ട്. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുസ്വരൂപത്തിന് മുൻപിൽ ഇളംദേശത്ത് നിന്നും കിലോമീറ്ററുകൾ താണ്ടി ഒഴുകിയെത്തിയ വിശ്വാസികളുടെ നിര ശ്രദ്ധേയമായി. പരിശുദ്ധ അമ്മയുടെ അളവറ്റ അനുഗ്രഹങ്ങളാൽ അത്ഭുത ഫലങ്ങൾ നേടിയവർ, മരണത്തെ മുഖാമുഖം കണ്ട് അമ്മയിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ തുടങ്ങി നിരവധി അനുഭവ സാക്ഷ്യങ്ങളുടെ നേർക്കാഴ്ച ഓരോ ചുവടിലും കാണാൻ കഴിയും. ചിട്ടയോടും മേളക്കൊഴുപ്പോടും കൂടി നടത്തിയ പ്രദക്ഷിണം കലയന്താനി ദേവാലയത്തിൽ സമാപിച്ചു. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. തുടർന്ന് ആഘോഷമായ കുർബാനയും സന്ദേശവും നൊവേനയും പന്നിമറ്റം പള്ളി വികാരി ഫാദർ ജേക്കബ് റാത്തപ്പള്ളിൽ അർപ്പിച്ചു.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിത്യസഹായമാതാവിന്റെ പ്രവസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും BBC ന്യൂസിനു വേണ്ടി കലേന്താനിൽ നിന്നും ബേബി കുടിലിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുട്ടം ഊരുകുന്ന് സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആരംഭിച്ചു. 7-ാം തീയതി വൈകിട്ട് 5-ന് മ്രാല വികാരി റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ത സംഘടനകളുടെ വാർഷികം കൊച്ചി PCO മതബോധന ഡയറക്ടർ റവറൻ ഡോക്ടർ തോമസ് മേൽവട്ടം ഉദ്ഘാടനം ചെയ്യും. 9-ന് ലൂർദ് കപ്പേളയിലേക്ക് ജപമാല പ്രദക്ഷിണം. 10-ന് തോട്ടുങ്കര കുരിശുപള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണത്തിനും മറ്റും ശേഷം ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷത്തിന് കൊടിയിറങ്ങും. പെരുന്നാളിനോടനുബന്ധിച്ച് കലാപരിപാടികളും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം ഓരക്കുന്ന സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആരംഭിച്ചു. വികാരി ഫാദർ ജോസ് മാമ്പുഴിക്കൽ OHSന്റെ കാർമ്മികത്വത്തിൽ ജപമാല, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന എന്നിവ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ നടത്തി. 7-ന് വൈകിട്ട് 4:30-ന് ജപമാല. 5-ന് മ്രാല വികാരി റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് പരേത സ്മരണ, വിശുദ്ധ കുർബാന. അതിനുശേഷം ഭക്തസംഘടനകളുടെ വാർഷികം കൊച്ചി PCO മതബോധന ഡയറക്ടർ റവറൻ ഡോക്ടർ തോമസ് മേൽവട്ടം ഉദ്ഘാടനം ചെയ്യും. ബൈബിൾ കമ്മീഷൻ കോട്ടയം അതിരൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ മാത്യു മണക്കാട്ട് അധ്യക്ഷത വഹിക്കും. പിന്നീട് കലാസന്ധ്യ. 8-ന് രാവിലെ ജപമാല, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന, ജാഗരണ പ്രാർത്ഥന, വചന പ്രഘോഷണം എന്നിവയ്ക്ക് ചെങ്കര നിർമ്മലഗ്രാം റിട്രീറ്റ് സെന്റർ റവറൻ ഫാദർ ജോസ് തച്ചുകുന്നേൽ CMI നേതൃത്വം നൽകും. 9-ന് ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, ലൂർദ് കപ്പേളയിലേക്ക് ജപമാല പ്രദക്ഷിണം റവറൻ ഫാദർ തോമസ് പുതുശ്ശേരി CMI നേതൃത്വം നൽകും. 7:15-ന് അക്ഷര തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഇടം എന്ന സാമൂഹ്യ സംഗീത നാടകം. 10-ന് രാവിലെ 7-ന് ഫാദർ ജോസ് മാമ്പുഴിക്കൽ OSHന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. വൈകിട്ട് 4-ന് ആഘോഷമായി തിരുനാൾ കുർബാന. തെള്ളകം കപ്പൂച്ചിൻ ആശ്രമത്തിലെ റവറൻ ഫാദർ ജിനു മാന്തിയിൽ നേതൃത്വം നൽകും. 5:45-ന് തോട്ടുങ്കര കുരിശുപള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം. തുടർന്ന് വടക്കുമുറി മണക്കാട് ഇടവക വികാരി റവറൻ ഫാദർ ദീപു ഇറപ്പുറത്തിന്റെ കാർമ്മികത്വത്തിൽ ലതീഞ്ഞ്. 6:45-ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം. കൈപ്പുഴ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ എബിൻ ഇറപ്പുറത്ത് നേതൃത്വം നൽകും. 8-ന് വചന സന്ദേശം വെളിയന്നൂർ വികാരി റവറൻ ഫാദർ ജിൽസ് നെല്ലിക്കാട്ടിൽ നേതൃത്വം വഹിക്കും. 8:30-ന് ചുങ്കം ഫെറോന വികാരി വെരി റവറൻ ഫാദർ ജോസ് അരീച്ചിറയുടെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. 8:45-ന് പെരുവ കീഴൂർ ബ്രദേഴ്സിന്റെ ബാൻഡ് മേളം. 9-ന് തമ്പോലം CAT തൊടുപുഴ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ. ഞായറാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. നാളെ വൈകുന്നേരം തിരുനാളിൻ്റെ കൊടിയേറ്റ് നടത്തുന്നു. തുടർന്ന് മതബോധന, വേദപാഠം അല്ലെങ്കിൽ ഭക്തസംഘടനയുടെയൊക്കെ വാർഷികം നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാനയോടുകൂടി ജാഗരണ പ്രാർത്ഥന നടത്തുന്നു. ശനിയാഴ്ച വൈകുന്നേരം ജപമാല റാലിയും വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുവനന്തപുരം അക്ഷര തിയേറ്റേഴ്സിൻ്റെ ഇടം എന്ന് പറയുന്ന നാടകവും നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല നാടകത്തിനുള്ള വിവിധങ്ങളായ അവാർഡുകൾ കിട്ടിയ ഒരു നാടകമാണ്. അതേ തുടർന്ന് ഞായറാഴ്ച, പ്രധാന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാന ആരംഭിക്കുകയും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസ് മാമ്പുഴിക്കൽ, ജോസ് ജോസഫ് പ്ലാക്കൂട്ടം, ജെയിംസ് പനന്താനത്ത്, UK സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡിസംബർ 12-ന് വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം വിവിധ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര വണ്ടിപ്പെരിയാറിൽ നടന്നു. 100 കണക്കിന് സ്ത്രീകളാണ് കേരളത്തിന്റെ തനിമയിൽ നവകേരള സദസ്സിനെ വരവേൽക്കുന്നതിനായി മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത്. ഡിസംബർ 12-ന് വണ്ടിപ്പെരിയാറിൽ വെച്ചാണ് പീരുമേട് നിയോജക മണ്ഡലം നവകേരള സദസ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായി നിരവധിയായ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ കുടുംബശ്രീയുടെയും ICDSന്റെയും മഹിളാ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഗാ തിരുവാതിര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, ICDSന്റെ പ്രതിനിധികൾ, മഹിളാ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ പങ്കാളിത്തമാണ് തിരുവാതിരയിലുണ്ടായിരുന്നത്. നവകേരള സദസ്സിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും 25,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെയും കുരിശുമല പുതുവലിൽ താമസക്കാരായ 80ഓളം കുടുംബങ്ങളുടെ വഴി സംബന്ധമായ വിഷയത്തിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബീനാകുമാരിയുടെ ഇടപെടൽ. ഇരു വിഷയങ്ങളിലുമുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥലങ്ങൾ സന്ദർശിച്ച് നടപടികൾ നിർദ്ദേശിച്ചത്. വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്ന വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മ്ലാമല സ്വദേശി ജോമോൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ നിരന്തര മാധ്യമ വാർത്തകളായതിന്റെ അടിസ്ഥാനത്തിലുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബീനാകുമാരി സ്ഥലം സന്ദർശിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ 6ഓളം സിറ്റിംഗിന് ശേഷമാണ് ചെയർപേഴ്സൺ റോഡ് സന്ദർശനം നടത്തിയത്. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമായി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന റോഡ് PWD ഏറ്റെടുക്കണമെന്ന ആവശ്യം കണക്കിലെടുത്ത് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബീനാകുമാരി പറഞ്ഞു. റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് PWD ഏറ്റെടുക്കാനായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് റെഡിയാണ് ഈ റോഡ് കൊടുക്കാനായിട്ട് PWDക്കാർക്ക്. കാരണം ഒരു 20 കോടിയുടെ എസ്റ്റിമേറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ തന്നെ അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓർഡേഴ്സ് ഇന്നിടും. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തുകയും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കടക്കം നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിലൂടെ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് പരാതിക്കാരനായ റോഡ് സമരസമിതി കൺവീനർ ജോമോൻ പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷന് ഒരു വർഷം മുന്നേ നമ്മൾ നിവേദനം നൽകിയിരുന്നു. ആ നിവേദനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 5-6 സിറ്റിംഗൊക്കെ നടത്തുകയും അവസാന ഘട്ടം എന്ന നിലയിൽ നമ്മുടെ കമ്മീഷൻ മെമ്പർ മേഡം ഇവിടെ വന്ന് നമ്മുടെ റോഡ് നേരിട്ട് സന്ദർശിച്ച് പോവുകയാണ് ഉണ്ടായത്. നമുക്ക് ഒരു ശുഭകരമായ ഒരു പ്രതീക്ഷയുണ്ട്. ഈ റോഡ് PWD ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്ക് മ്ലാമല തേങ്ങാക്കൽ വണ്ടിപ്പെരിയാർ കീരിക്കര ഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് ഒരു നല്ല റോഡിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം ഇതോടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാനിപ്പം നന്ദി പറയുകയാണ്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തയായ വണ്ടിപ്പെരിയാർ കുരിശുമല പുതുവലിലേക്കുള്ള 80ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന വിഷയത്തിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബീനാകുമാരി സ്ഥലത്ത് സന്ദർശനം നടത്തി. കുരിശുമല പുതുവലിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകളും ജനപ്രതിനിധികളും തയ്യാറാണെങ്കിലും ഇവിടേക്കുള്ള വഴി കടന്നു പോകുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ NOC നൽകാത്തതാണ് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ സാധിക്കാതെ വരുന്നത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബീനാകുമാരി സന്ദർശന വേളയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ അണക്കൽ കൊക്കക്കാട് എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളിക്ക് മ്ലാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. കൊക്കക്കാട് സ്വദേശി പാണ്ഡിയമ്മയ്ക്കാണ് രാവിലെ 11 മണിയോടുകൂടി വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടായത്. വണ്ടിപ്പെരിയാർ അരണക്കൽ എസ്റ്റേറ്റ് കൊക്കക്കാട് ഡിവിഷനിൽ ജോലി ചെയ്ത് വരികയായിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളി കൂടിയായ പാണ്ഡിയമ്മയ്ക്കാണ് മ്ലാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 10:30 വരെയുള്ള ജോലിക്ക് ശേഷം കാപ്പികൂടി കഴിഞ്ഞ് വീണ്ടും ജോലിക്കിറങ്ങുന്നതിനിടെ ഏലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നും വരികയായിരുന്ന മ്ലാവ് പാണ്ഡിയമ്മയുടെ നടുവിനിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാണ്ഡിയമ്മ കാട്ടിൽ വീഴുകയും നടുവിനും കാലിനും പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. வேலை செஞ்சுட்டு இருந்தோம். சாயை குடிச்சிட்டு அந்த அக்கா முன்னாடி போயிட்டாங்க. நாங்கள் அங்கே எங்கள் நிலையில் நின்னோம். அவங்கள இடிச்சு கீழே தள்ளிட்டு போயிடுச்சு. மேலேருந்து கீழே வாக்கில் போயிடுச்சு. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റ് മേഖലയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ ഗാന്ധിനഗർ പള്ളിമുറ്റത്ത് വീട്ടിൽ പനിമാതായിക്കാണ് പരിക്കേറ്റത്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. രാവിലെ നടക്കാനിറങ്ങിയ വണ്ടിപ്പെരിയാർ ഗാന്ധിനഗർ സ്വദേശി പള്ളിമുറ്റത്ത് വീട്ടിൽ പനിമാതായ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വീടിനോട് ചേർന്നുള്ള റോഡിൽ നടക്കുന്നതിനിടെ വളർത്തുനായ കാട്ടുപന്നിയെ വിരട്ടി ഓടിച്ചുകൊണ്ട് പനിമാതായുടെ നേരെ വരികയും പേടിച്ച് പനിമാത റോഡ് സൈഡിലേക്ക് വീഴുകയുമായിരുന്നു.
റോഡ് സൈഡിലുണ്ടായിരുന്ന കല്ല് പനിമാതായുടെ കാലിൽ കുത്തിക്കയറുകയും 20ഓളം കുത്തിക്കെട്ടുകളുള്ള മുറിവാവുകയും ചെയ്തു. പന്നിങ്ങനെ വിരട്ടി ഓടിച്ച് പട്ടിയെ കൂടെ കൊണ്ടുവന്നു. വിരട്ടി ഓടിച്ചിട്ട് വരുമ്പോൾ അതിനെ ഇടിച്ച് തല്ലിയതിൽ താളമൊന്നും കല്ലിൽ കുത്തിയത്. പിന്നീട് പനിമാതായെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാണ് ചികിത്സ നടത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഇതാദ്യമായാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നതെന്നും വളരെ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്നും പനിമാത പറയുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സൈസ് വിമുക്തി മിഷനും ഹൊറൈസൺ മോട്ടോഴ്സും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. മുൻ സൈനിക മേധാവിയും കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ പ്രവർത്തിക്കുന്ന SIB ATM കൗണ്ടർ മുള്ളരിങ്ങാടിന് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുതെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി. മുട്ടം ഊരുകുന്ന് സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് 7-ാം തീയതി മ്രാല വികാരി റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.